ഹലോ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊരു ലേഖനം സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലേ? സാഫ് സഫായി മേം അവ്വൽ ഖാവ്, ശുചിത്വത്തിലെ ഒന്നാമത്തെ ഗ്രാമമായ മാവലിനോങ്ങിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഓക്കെ, ഇന്ന് നമുക്കതിൻ്റെ ബാക്കി ഡിസ്കസ് ചെയ്യാം. സഫായി കെ പ്രതി ഉൻകി ജാഗരൂകത കാ अंदाज़ा तुम इस बात से लगा सकते हो कि अगर सड़क पर चलते हुए उन्हें कहीं भी कचरा नज़र आए तो वे पहले कचरे को डस्टबिन में डालते हैं, फिर आगे बढ़ते हैं. सफाई के प्रति उनकी जागरूकता का अंदाज़ा. सफाई के प्रति, ശുചിത്വത്തിൻ്റെ കാര്യത്തിലുള്ള ഉൻകി ജാഗരൂകത, അവരുടെ ശ്രദ്ധ. അന്താസ തും ഇസ് ബാത്ത് സേ ലഗ് സക്തേ ഹോ, നിങ്ങൾക്ക് അനുമാനിക്കാൻ കഴിയും ഈ ഒരു കാര്യത്തിൽ നിന്നും ശുചിത്വത്തിൻ്റെ കാര്യത്തിലുള്ള അവരുടെ ശ്രദ്ധ നിങ്ങൾക്ക് അനുമാനിക്കാൻ കഴിയും. കി എന്തെന്നാൽ അഗർ സഡക് പർ ചൽത്തേ ഹുയേ, റോഡിലൂടെ നടക്കുമ്പോൾ, ഉനേം കബി കഹീം ബി കച്ചറ, അവർ എവിടെയെങ്കിലും മാലിന്യം നസർ ആയേത്തോ, കണ്ടാൽ, റോഡിലൂടെ നടക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും കച്ചറ കണ്ടാൽ, വേസ്റ്റ് കണ്ടാൽ, വേ അവർ പഹലെ ആദ്യം കച്ചറേക്കോ ഡസ്റ്റ്ബിൻ മേ ഡാൽത്തേ ഹൈ, ആദ്യം വേസ്റ്റ് എന്ത് ചെയ്യും, ഡസ്റ്റ്ബിന്നിൽ ഇടും. അവരെവിടേക്ക് പോവുകയാണെങ്കിലും വഴിയിൽ വെച്ചിട്ട് എന്തെങ്കിലും വേസ്റ്റ് റോഡിലൊക്കെ കാണുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും, ആ വേസ്റ്റ് എടുത്തിട്ട് ഡസ്റ്റ്ബിന്നിൽ ഇടും. ഫിർ ആകെ ബഡ്തേ ഹൈ, എന്നിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടിട്ടാണ് അവരെന്ത് ചെയ്യുക, അവിടെ നിന്നും മുന്നോട്ട് പോകുന്നത്. പിന്നെന്തൊക്കെയാണ് അവിടുത്തെ പ്രത്യേകത? യഹാം ലോഗ് അപ്നെ ഘർ സേ निकलने वाले कूड़े कचरे को भी डस्टबिन में जमा करते हैं और फिर उसे एक जगह इकट्ठा कर खेती के लिए गाद की तरह इस्तेमाल करते हैं. അപ്പോൾ നമ്മൾ പറഞ്ഞു അവർ അവിടുത്തെ വൃത്തിൻ്റെ ശ്രദ്ധ എന്താണ്, വൃത്തിൻ്റെ കാര്യത്തിലുള്ള ശ്രദ്ധ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരെവിടെ പോകും, വേസ്റ്റ് കാണുകയാണെങ്കിലും വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് മുന്നോട്ട് പോകുള്ളൂ എന്നല്ലേ. ഇനി യഹാം ലോക്, ഇവിടുത്തെ ആളുകൾ, അപ്നെ ഗർസെ, അവരുടെ വീട്ടിൽ നിന്നും, നിക്കൽനെ വാലെ കൂടെ കച്ചറെ കോബി, അവരുടെ വീട്ടിൽ നിന്നുള്ള മാലിന്യങ്ങൾ, അവരുടെ വീട്ടിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങളും ഡസ്റ്റ്ബിന്നിൽ ജമാ കർത്തേ ഹെ, ശേഖരിക്കും, ഡസ്റ്റ്ബിന്നിൽ കൂട്ടിയിടും. അവരുടെ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന വേസ്റ്റ് എന്ത് ചെയ്യും, അങ്ങനെ ഡസ്റ്റ്ബിന്നിൽ കൂട്ടിയിടും. ഔർ ഫിർ ഉസേ ഏക് ജഗഹ് ഇക്കട്ടാക്കർ, എന്നിട്ട് ഉസേ അതിനെ ഏക് ജഗഹ് ഇക്കട്ടാക്കർ, ഒരു സ്ഥലത്ത് ശേഖരിച്ചിട്ട്, ഗേത്തി കേലിയെ, കൃഷിക്ക് വേണ്ടി, ഗാദ് കീ തരഹ്, വളമായിട്ട്, വളത്തിൻ്റെ രൂപത്തിൽ, ഇസ്തേമാൽ കർത്തേ ഹൈ, ഉപയോഗിക്കുന്നു. അവരുടെ വീട്ടിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റ് ഇതേപോലെ ഡസ്റ്റ്ബിന്നിൽ ഇട്ടിട്ട്, എന്നിട്ട് അതെന്ത് ചെയ്യും, ശേഖരിച്ചിട്ട് ഒരു സ്ഥലത്ത് എല്ലാം ശേഖരിച്ചിട്ട്, എല്ലാവരുടെ വീട്ടിൽ നിന്നുള്ളൊക്കെ ശേഖരിച്ചിട്ട് അവർ കൃഷിക്ക് വേണ്ടിയിട്ട് വളമായിട്ട് യൂസ് ചെയ്യും. നെക്സ്റ്റ് എന്താണ്? ഐസ കഹാ ജാത്താ ഹെ കി 130 130 साल पहले इस घाव को हैजे की बीमारी ने बुरी तरह से जकड़ लिया था. मेडिकल सुविधा न होने की वजह से इस बीमारी से छुटकारा पाने का एकमात्र उपाय था सफाई करना. ऐसा कहा जाता है, ഇങ്ങനെ പറയപ്പെടുന്നു. എന്താണ്? കി എന്തെന്നാൽ, 130 സാൽ, 130 വർഷം, പഹലെ മുമ്പ്, ഇസ് ഗാവ് കോ, ഈ ഗ്രാമത്തെ, ഹൈജേക്കി ബീമാരി, ഹൈജേക്കി ബീമാരി എന്ന് പറഞ്ഞാൽ കോളറ. കോളറ എന്ന രോഗം എന്താണ് നമുക്കൊക്കെ അറിയോ? കോളറ നമ്മൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നും അങ്ങനെ
ശുചിത്വമില്ലാത്ത പരിസരത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് കോളറ. അപ്പോൾ 130 വർഷം മുമ്പ് ഈ ഗ്രാമത്തെ കോളറ ഭൂരി തരസെ ജഗഡലിയാദ, ഈ ഗ്രാമത്തെ പിടിമുറുക്കിയിരുന്നു, വളരെ മോശമായിട്ട് പിടിമുറുക്കിയിരുന്നായിരുന്നു. അതായത് ഗ്രാമത്തിൽ മൊത്തം കോളറ പടർന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ സുവിധ ന ഹോനേക്ക് വജഹസെ, മെഡിക്കൽ സൗകര്യം ഇല്ലാത്തത് കാരണം, മെഡിക്കൽ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ഇസ് ബീമാരിസെ, ഈ ഒരു അസുഖത്തിൽ നിന്ന്, ഈ ഒരു രോഗത്തിൽ നിന്ന് ചുട്കാര പാനേക്ക, ഈ രോഗത്തിൽ നിന്നും മുക്തി നേടാൻ, മോചനം നേടാൻ ഏക് മാത്ര ഉപായിത, ഒരേ ഒരു ഉപായം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. സഫായി കർണ, വൃത്തിയാക്കുക. ആ ഒരു ഗ്രാമത്തിൽ 130 വർഷം മുമ്പ് കോളറ വന്നിട്ട് ആകെ പടർന്നു പിടിച്ചപ്പോൾ അവരെ മുമ്പിൽ മെഡിക്കൽ സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെ മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള ആകെ ഒരു വഴി എന്തായിരുന്നു? സഫായി കർണ, വൃത്തിയാക്കുക എന്നുള്ള ആകെ ഒരു വഴി അവർക്കുണ്ടായിരുന്നുള്ളൂ. गाँव के लोगों का मानना है कि हमारे पूर्वजों ने कहा था कि तुम सफाई के ज़रिए ही खुद को बचा सकते हो, फिर चाहे वह गाना हो, घर हो, ज़मीन हो, गाँव हो या फिर अपना शरीर ही क्यों न हो, सफाई ज़रूरी है. गाँव के लोगों, ഗ്രാമത്തിലെ ആളുകൾ, ഗാവ് കെ ലോകോം കാ മാന ഹെ, ഗ്രാമത്തിലെ ആളുകൾ വിശ്വസിക്കുന്നത്, അവർ കരുതുന്നത്, കി എന്തെന്നാൽ, ഹമാരെ പൂർവജോംനെ, അവരുടെ പൂർവികർ, അവരുടെ പൂർവികന്മാർ, കഹാദ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ പൂർവികന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കി എന്തെന്നാൽ, തും സഫായിക്കെ, നിങ്ങൾ സഫായിക്കെ സരിയേ ഹി, ശുചിത്വം കൊണ്ട് മാത്രമേ ഖുദ് കോ ബച്ചാ സക്തേ ഹോ, നിങ്ങൾക്ക് സ്വയം രക്ഷിക്കാൻ കഴിയുകയുള്ളൂ, ശുചിത്വം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് സ്വയം രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പൂർവികന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിർ ചാഹെ വഹ് ഗാനാ ഹോ, ഭക്ഷണമാകട്ടെ, ഘർ ഹോ വീടാവട്ടെ, ജമീൻ ഹോ ഭൂമിയാകട്ടെ, ഗാവ് ഹോ ഗ്രാമമാകട്ടെ, യാ അല്ലെങ്കിൽ ഫിർ അപ്ന ശരീർ ഹോ സ്വന്തം ശരീരമാവട്ടെ, ക്യോ നഹോ സഫായി ജരൂരി ഹേ, ശുചിത്വം എന്നത് അത്യാവശ്യമാണ്. സഫായി ജരൂരി ഹേ, ശുചിത്വം അത്യാവശ്യമാണ്. അപ്പോൾ അവിടുത്തെ ഗ്രാമവാസികളൊക്കെ വിശ്വസിക്കുന്നത്, അവിടുത്തെ പൂർവികന്മാർ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്വയം വൃത്തി ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് സ്വയം രക്ഷിക്കാൻ, ശുചിത്വം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് സ്വയം രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഗ്രാമത്തിലെ ആളുകൾ അത്ര വൃത്തിയിൽ അവരുടെ ഗ്രാമം കൊണ്ട് നടക്കുന്നത്. അങ്ങനെ അവർക്ക് ഒന്നാമത്തെ ഗ്രാമം, വൃത്തിയിലെ ഒന്നാമത്തെ ഗ്രാമമായിട്ടുള്ള സെലക്ഷനൊക്കെ കിട്ടുന്നത്. ഓക്കെ, ഇവിടെ കുറച്ച് വേർഡ് മീനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജാഗരൂകത, ഉണർവ്, കൂടാ കച്ചറ, ചപ്പു ചവറ്, ഘാത് വളം, ഹൈജ കോളറ, സുവിധ സൗകര്യം, ജരൂരി അത്യാവശ്യം. അപ്പോൾ നിങ്ങൾ അറിയാത്ത മീനിങ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ്, നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഒരു പിങ്ക് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. ജീവൻ മേ നിരോഗ് രഹനെ കെ ലിയെ സഫായി കെ അലാവ ക്യാ ക്യാ ഉപായ് ഹെ, ജീവിതത്തിൽ ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് വൃത്തിയിൽ കൂടാതെ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? വൃത്തിയിൽ ഏതായാലും നമ്മൾ പഠിച്ചു അല്ലേ, നല്ല വൃത്തി ഉണ്ടായാൽ, നല്ല ശുചിത്വം ഉണ്ടായാലാണ് നമുക്ക് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? സന്തുലിത് ആഹാർ, നല്ല ആഹാരം അല്ലേ, നല്ല പച്ചക്കറിയും പഴങ്ങളും എല്ലാം നല്ല കൂടി എല്ലാം നല്ല ആഹാരങ്ങൾ കഴിക്കണം. നിയമിത് വ്യായാമം, എക്സസൈസ് ചെയ്യണം. പിന്നെന്താ, നല്ല ആഹാരം കഴിക്കുക, എക്സസൈസ് ചെയ്യുക. ഭർപൂർ നീന്ത്, ഉറക്കം അല്ലേ, ഉറക്കം അത്യാവശ്യമാണ്, കറക്റ്റ് ടൈമിൽ ഉറങ്ങുക. ഖൂബ് സാര പാനി പീന, വളരെ അധികം വെള്ളം കുടിക്കുക, നല്ല ധാരാളം വെള്ളം കുടിക്കണം. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ബായ്. നമുക്ക് ആക്ടിവിറ്റീസ് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ.